ഫുട്ബോളിലും ചില കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങൾ നമ്മൾ നിർബന്ധമായി മനസ്സിലാക്കണം. എന്തിനാണ് ലോകത്ത് ഒരു ലോകകപ്പ് നടക്കുന്നത്? ലോകകപ്പിലൂടെ എന്ത് നന്മയാണ് ഈ സമൂഹത്തിന് എന്ന് വെച്ചാൽ ലോകത്തിന് ലഭിക്കുന്നത്? ലോകകപ്പിലൂടെ ലോകത്ത് ഇന്നും നിലനിൽക്കുന്ന വർണ്ണവിവേചനത്തെ എതിർക്കുന്നുണ്ടോ? അങ്ങനെ ലോകകപ്പിലൂടെ വർണ്ണവിവേചനം ഇല്ലാതാക്കുകയായിരുന്നെങ്കിൽ സൊമാലിയയിലെ റഫറിയായ ഒമർ അബ്ദുള്ള അർത്താൻ എന്ന് പറയുന്ന റഫറിക്ക് അമേരിക്ക വിസ നിഷേധിക്കുമായിരുന്നില്ല. അമേരിക്കയുടെ എയർപോർട്ടുകളിലെത്തിയ പല ഫുട്ബോൾ കളിക്കാരെയും അങ്ങേ അറ്റത്തോളം ഹീനമായ രൂപത്തിലാണ് പരിശോധന നടത്തിയത്. എന്ന് വെച്ചാൽ ഇപ്പോഴും ലോകത്ത് അയിത്തവും നിറത്തിൻ്റെ പേരിലുള്ള വിവേചനങ്ങളുമെല്ലാം നിലനിൽക്കുന്നു എന്നർത്ഥം. ലോകകപ്പിൽ 48 രാജ്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മത്സരിക്കുന്നതിലൂടെ ലോകത്തുള്ള രാജ്യങ്ങൾ തമ്മിൽ ഐക്യം വളരുന്നുണ്ടോ? അവർ തമ്മിലുള്ള പ്രശ്നങ്ങൾ ഇല്ലാതാകുന്നുണ്ടോ എന്ന് ചിന്തിച്ചാൽ അതിൻ്റെ ഉത്തരവും ഇല്ല എന്നുള്ളതാണ്. കാരണം അങ്ങനെ വളരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഫലസ്തീനിനെ ആക്രമിക്കുമായിരുന്നില്ല. ഇറാനിനെതിരെ ഇസ്രായേലും അമേരിക്കയും ഒരുമിച്ച് ചേർന്നുകൊണ്ട് യുദ്ധങ്ങൾ പ്രഖ്യാപിക്കുകയോ അവിടെ നാശനഷ്ടങ്ങൾ ഉണ്ടാവുകയോ ചെയ്യുമായിരുന്നില്ല. അതുകൊണ്ടാണ് ഈ ലോകകപ്പൊക്കെ ഇങ്ങനെ നടക്കുന്നുണ്ടെങ്കിലും അതിലൂടെ മനുഷ്യർക്ക് എന്തുപകാരമാണ്, രാജ്യങ്ങൾക്ക് എന്തുപകാരമാണ് എന്ന് ചോദിച്ചാൽ മൗനമായിരിക്കും മറുപടി. എന്നാൽ ലോകകപ്പ് കൊണ്ട് ഉപകാരങ്ങളില്ലേ? ലോകകപ്പ് കൊണ്ട് വലിയ ഉപകാരങ്ങളുണ്ട്. എന്താണ് ലോകകപ്പുകൾ കൊണ്ട് ഉണ്ടാകുന്ന ഉപകാരം എന്ന് നോക്കിയാൽ, ലോകകപ്പ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു 39 ദിവസം നീണ്ടു നിൽക്കുന്ന ആവേശം എന്നതിൻ്റെ അപ്പുറത്ത് ഇതിൻ്റെ പിന്നിൽ നടക്കുന്ന വലിയ രൂപത്തിലുള്ള സാമ്പത്തികമായ കളികളുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇതൊരു സാമ്പത്തിക ചൂതാട്ടമാണ്, അല്ലെങ്കിൽ ഇതൊരു സാമ്പത്തികമായ പൂരമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഒരു ലോകകപ്പിൻ്റെ സീസൺ കഴിയുന്നതിലൂടെ കണക്കുകൾ ഇന്ന് അവൈലബിളായ കണക്കുകളിൽ നിന്നെടുത്ത് പരിശോധിച്ചാൽ ഒരു ലോകകപ്പിൻ്റെ സീസൺ കഴിയുന്നതിലൂടെ TV സംപ്രേഷണത്തിലൂടെയും ടിക്കറ്റിലൂടെയും പരസ്യത്തിലൂടെയും ലൈസൻസിലൂടെയൊക്കെ ആയിട്ട് 88,500 കോടി രൂപയാണ് ഫിഫയ്ക്ക് വരുമാനമായി ലഭിക്കുന്നത്. 88,500 കോടി രൂപയാണ്. ഇതിൽ 48 ടീമുകൾക്ക് ഒരുക്കങ്ങൾക്കായി 600 കോടി രൂപ നൽകുന്നു. 1-ാം സ്ഥാനവും 2-ാം സ്ഥാനവും 3-ാം സ്ഥാനവും 4-ാം സ്ഥാനവും ഉൾപ്പെടെ 1-ാം റൗണ്ടിൽ പുറത്തായ ടീമുകൾക്കുൾപ്പെടെ കൊടുക്കുന്ന സമ്മാനത്തുക എന്ന് പറയുന്നത് ഏകദേശം വരുന്നത് 5,450 കോടി രൂപയാണ്. അങ്ങനെ നോക്കിയാൽ ആകെ ചിലവെന്ന് പറയുന്നത് 6,050 കോടി രൂപ. അങ്ങനെ നോക്കിയാൽ തന്നെ ഒരു ലോകകപ്പ് കഴിയുന്ന സമയത്ത് അവശേഷിക്കുന്ന സംഖ്യ 82,450 കോടി രൂപ. ഇതിൽ അതിൻ്റെ ഒഫീഷ്യൽസിനോടുള്ള സാലറിയും മറ്റ് സ്റ്റേഡിയത്തിൻ്റെ ചിലവുകളും അതുപോലെയുള്ള ഉദ്ഘാടന സമാപന ചടങ്ങുകൾ ഇതെല്ലാം എടുത്ത് പരിശോധിച്ചാൽ അതിൻ്റെ ചിലവുകളൊക്കെ കഴിച്ചാൽ ഒരു വർഷത്തെ 4 വർഷം കൂടി വരുമ്പോൾ വരുന്ന ലോകകപ്പ് തീരുന്ന സമയത്ത് 60,000 കോടിയിലധികം രൂപയാണ് ലാഭമായി വരുന്നത്. അതുകൊണ്ട് തന്നെ ലോകകപ്പിൻ്റെ പിന്നാലെ നടക്കുന്ന ടീമുകൾക്ക് ഇത് നഷ്ടമല്ല, കളിക്കാർക്ക് ഇത് നഷ്ടമല്ല. അവരെ സംബന്ധിച്ചിടത്തോളം 1.5 മാസക്കാലത്തേക്കുള്ള ഇൻവെസ്റ്റ്മെൻ്റ് അല്ല, വലിയ രൂപത്തിലുള്ള സാമ്പത്തികം അവർക്ക് ലഭിക്കുന്നു. അവരുടെ ജീവിതത്തിന് ലഭിക്കേണ്ട സാമ്പത്തിക ഭദ്രത ഇതിൽ നിന്ന് കൈവരിക്കാൻ അവർക്ക് കഴിയുന്നുണ്ട്. എന്നാൽ ഇതിനു വേണ്ടി എല്ലാ നിലക്കും നമ്മുടെ സമ്പത്ത്, ആരോഗ്യമൊക്കെ ചിലവഴിക്കുന്ന നമ്മുടെ ബെനിഫിറ്റ് എന്താണ് എന്ന് ചിന്തിക്കണം. നമ്മൾ വിവേകമുള്ളവരാണല്ലോ. ഇങ്ങനെ ഒരു കളിപ്രാന്തിൻ്റെ പിന്നാലെ പോകുന്നതിലൂടെ നമുക്ക് ലഭിക്കുന്ന കാര്യം എന്താണ്? തെരുവോരങ്ങളിൽ ഫ്ലെക്സുകളും കട്ടൗട്ടുകളും സ്ഥാപിക്കുന്നതിലൂടെ നമുക്കെന്ത് ബെനിഫിറ്റാണ് ലഭിക്കുന്നത്? നമ്മൾ ബേസിക്കലി വിശ്വാസികളാണ്. വിശ്വാസി എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് കാര്യം ചെയ്താലും ആ കാര്യങ്ങൾ നമുക്ക് 2 ലോകത്തും ഉപകാരമുള്ള കാര്യമാവണം. അങ്ങനെ ഉപകാരമുള്ള കാര്യങ്ങൾ ചെയ്യണം. കളി കാണുക, കളിയോടൊരു ഇഷ്ടം വരിക എന്നൊക്കെ പറയുന്നത് മനുഷ്യ സഹജം തന്നെയാണ്. ഞാൻ പറയുന്നത് അതിൻ്റെ അപ്പുറത്തേക്ക് അന്ധമായി ഇതിനു വേണ്ടി ഉറക്കമൊഴിക്കുന്നു, സമ്പത്ത് ചെലവഴിക്കുന്നു, അധ്വാനം ചെലവഴിക്കുന്നു. ഇതിനെ എങ്ങനെയാണ് നമുക്ക് ന്യായീകരിക്കാൻ കഴിയുന്നത്? ഇത് ബുദ്ധിയുള്ള ഒരു മനുഷ്യൻ്റെ പ്രത്യേകതയാണോ? ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ, തീർച്ചയായും മുഅ്മിനീങ്ങൾ വിജയിച്ചിരിക്കുന്നുണ്ട്. ആ മുഅ്മിനീങ്ങളുടെ വിശേഷണങ്ങൾ എണ്ണിയത് വല്ലദീന ഹും അനിൽ ലഗ്വി മുഅ്രിളൂൻ എന്നുള്ളതാണ്. സമയത്തെ ഇല്ലാതാക്കുന്ന, സമ്പത്തിനെ ഇല്ലാതാക്കുന്ന ലഗ്വിനെ തൊട്ട് അവർ ശ്രദ്ധാലുക്കളാണ്, അതിനെ തൊട്ട് സൂക്ഷിക്കുന്നവരാണ്.
ആരാണ് എന്നുള്ളതാണ്. നമ്മുടെ എത്ര സമ്പത്താണ് ഇതിനു വേണ്ടി നമ്മൾ ചിലവഴിച്ചത്. ഞാൻ ഓർത്തു പോവുകയാണ്, ഒരു ടീം 400 അടിയുടെ ഫ്ലെക്സ് വെച്ചപ്പോഴേക്ക് തൊട്ടപ്പുറത്ത് 600 അടിയുടെ ഫ്ലെക്സ് വെക്കുകയാണ്. എന്ത് ബെനിഫിറ്റ് കിട്ടി? അവിടെയാണ് അതേ ജില്ലയിൽ തന്നെ മറ്റൊരു ഗ്രാമത്തിലെ ആ നാട്ടിലുള്ള എല്ലാ ടീമിൻ്റെയും ആരാധകർ ചേർന്നുകൊണ്ട് അവർ ഫ്ലെക്സ് വെക്കാനുള്ള ക്യാഷ് സ്വരൂപിക്കുന്നു, 10,000 രൂപ സ്വരൂപിക്കുന്നു. അതിൻ്റെ അപ്പുറത്തുള്ള അഗതി അനാഥ മന്ദിരത്തിൽ പോയി അവിടെയുള്ള കുരുന്നുകൾക്ക് പാഠപുസ്തകങ്ങൾ മേടിച്ചു കൊടുക്കുന്നു, അവിടെയുള്ള കുരുന്നുകൾക്ക് ഭക്ഷണം കൊടുക്കുന്നു, കളിക്കോപ്പുകൾ മേടിച്ചു കൊടുക്കുന്നു. അവരാ കൊടുക്കുന്നതിലൂടെ ആ കുരുന്നുകളുടെ മുഖത്ത് പുഞ്ചിരി തെളിയുന്നു. ആ ഒരു പ്രവർത്തനത്തിലൂടെ ആ പ്രിയപ്പെട്ട കുട്ടികൾ, ആ പ്രിയപ്പെട്ട യുവാക്കൾ ദുനിയാവിലും ആഖിറത്തിലും വലിയ സന്തോഷങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്നു, രണ്ട് ലോകത്തും ഉപകാരപ്പെടുന്ന കാര്യങ്ങൾ ഉണ്ടാക്കുന്നു. ഏതാഘോഷമായിക്കോട്ടെ, വിവാഹമായിക്കോട്ടെ, ഫുട്ബോൾ ആയിക്കോട്ടെ, എന്തായിക്കോട്ടെ, ഇതെല്ലാം ചെയ്യുന്ന സമയത്ത് നമ്മളെ സംബന്ധിച്ചിടത്തോളം അതിൽ ദുനിയാവിന് മാത്രം ബെനിഫിറ്റ് ഉണ്ടായാൽ പോരാ, ആഖിറത്തിന് കൂടി ബെനിഫിറ്റ് വേണം. അതുകൊണ്ട് നിർബന്ധമായും കളികളിൽ ചില കാര്യങ്ങളുണ്ട് എന്ന് മനസ്സിലാക്കി ചില നിയന്ത്രണങ്ങൾ കൊണ്ടുവരേണ്ടത് അനിവാര്യമാണ് എന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. ഇതിൻ്റെ പിന്നിൽ വേറൊരു വശം കൂടിയുണ്ട്. നമ്മളാരും മടിയന്മാരോ ഒന്നുമല്ല. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഒരു കളി കാണുന്നതിന് വേണ്ടി എത്ര രാത്രികളാണ് ഉറക്കമൊഴിക്കുന്നത്. അവിടെയാണ് നമ്മൾ സുബഹി ഖളാക്കരുത് എന്ന് പറയുമ്പോൾ ജോലി തിരക്കാണ്, പഠന തിരക്കാണ് എന്നൊക്കെ നമ്മൾ പറയും. അതുകൊണ്ട് രാവിലെ എഴുന്നേൽക്കുന്നില്ല, ബുദ്ധിമുട്ടാണ് എന്നൊക്കെ പറയുന്ന അതേ നമ്മൾ പാതിരാ സമയത്തും പുലരിയുടെ സമയത്തും കളി കാണുന്നതിന് വേണ്ടി നേരത്തെ എഴുന്നേൽക്കുന്നു. എന്നിട്ട് ആ കളി മുഴുവൻ കാണുന്നു. അതിൻ്റെ എല്ലാ അപ്ഡേഷനുകളും നമ്മൾ സ്വീകരിക്കുന്നു. അങ്ങനെ സ്വീകരിക്കുന്ന സമയത്ത് അള്ളാഹുവിൻ്റെ മുന്നിൽ ഇനി എക്സ്ക്യൂസുകൾ പറയാനുള്ള അവസരമില്ല എന്ന് നമ്മൾ മനസ്സിലാക്കിയെടുക്കുക. അതുകൊണ്ട് ഇതൊരു പോസിറ്റീവായി എടുക്കുക. ഈ സമയത്ത് നമ്മൾ ഇച്ഛിക്കുന്നത് പോലെ എഴുന്നേൽക്കുവാനും നമ്മുടെ സമയങ്ങളെ ക്രമീകരിക്കാനും നമുക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ അള്ളാഹുവുമായിട്ട് അടുക്കാനുള്ള സമയങ്ങളെ കൂടി ഈ രൂപത്തിലേക്ക് ക്രമീകരിക്കാൻ നമ്മൾ തയ്യാറാകേണ്ടതുണ്ട്. നമുക്ക് തഹജ്ജുദുകൾ വരണം, നമുക്ക് സുബ്ഹ് അദാ ആയിട്ട് നിസ്കരിക്കണം. അതിനെല്ലാം നമുക്ക് സാധ്യമാണ്, നമ്മൾ വിചാരിച്ചാൽ സാധ്യമാണ് എന്നതിൻ്റെ ഒരു ഓർമ്മപ്പെടുത്തലാണ് ഈ ഫുട്ബോളിൻ്റെ സമയ ക്രമീകരണങ്ങൾ എന്നത് ഒരു പോസിറ്റീവ് സൈഡായി എടുക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്.